പി എം ആഷോ പ്രതികരിക്കാൻ ടെലിഫോൺ ലൈനിലുണ്ട്. പി എം ആഷോ, ഇപ്പോൾ കോട്ടയത്തെ റാഗിങ്ങിന്റെ അതിക്രൂരമായ റാഗിങ്ങിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിനോട് എങ്ങനെയാണ് ആഷോ പ്രതികരിക്കുന്നത്? ഏറ്റവും ക്രൂരവും മനുഷ്യത്വരഹിതവുമായിട്ടുള്ള ദൃശ്യങ്ങളും വിവരങ്ങളുമാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരിടത്തും ഉണ്ടാകാൻ വേണ്ടി പാടില്ലാത്ത, അല്ലെങ്കിൽ കേൾക്കുമ്പോൾ അത്രയേറെ ഭീകരമാം വിധം അനുഭവപ്പെടുന്ന വിവരങ്ങളാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കൂട്ടം ക്രിമിനലുകളാണ് ഈ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ള ആളുകൾക്കെതിരെ ഏറ്റവും കർശനമായ നടപടി ഉണ്ടാവണം. കർശനമായ നടപടി ഉണ്ടാകുന്നതിനോടൊപ്പം ഇത്തരം പ്രവർത്തനങ്ങൾ ഈ ക്യാമ്പസുകൾക്കകത്ത്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കകത്ത് ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയുള്ള നിരന്തര ഇടപെടലും ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ ഈ ദിവസങ്ങളിൽ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് പുറത്തേക്ക് വന്ന വിവരമുണ്ട്. അതേപോലെ തന്നെയാണ് തൃപ്പൂണിത്തറയില് നമ്മളൊക്കെ ചർച്ച ചെയ്തതാണ്. തൃപ്പൂണിത്തറ ചോയ്സ് സ്കൂളിൽ നടന്നിട്ടുള്ള വിഷയം നമ്മുടെ മുൻപിലുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്തരം അരാജക പ്രവർത്തനങ്ങൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടി വളരെ ഗൗരവ സ്വഭാവത്തിലുള്ള ഇടപെടൽ മുഴുവൻ ആളുകൾ, അതിനകത്ത് അധ്യാപകർക്ക് ഉത്തരവാദിത്തമുണ്ട്, ഞങ്ങൾ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകൾക്ക് ഉത്തരവാദിത്തമുണ്ട്. മുഴുവൻ ആളുകൾ സമൂഹമാകെ നിന്ന് ഇത്തരം ക്രിമിനൽ പ്രവർത്തനങ്ങൾ, അരാജക പ്രവർത്തനങ്ങൾ, റാഗിങ് പോലെ സമൂഹം ഒരിക്കലും അംഗീകരിക്കാത്ത ക്യാമ്പസുകൾ മുൻകാലങ്ങളിൽ തന്നെ പുറത്തു നിർത്തിയിട്ടുള്ള പ്രവണതകൾ അവസാനിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാവണം. നിയമ നടപടി ഏറ്റവും ശക്തമായിട്ടുള്ളതായിരിക്കണം. അവർ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ മറ്റൊരാളും ആവർത്തിക്കാതിരിക്കുന്ന നിലയിലേക്കുള്ള മെസ്സേജ് കൊടുക്കാൻ കഴിയുന്ന നിലയിലേക്കുള്ള നിയമ നടപടി ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാൻ. സിദ്ധാർത്ഥിന്റെ മരണം ഒരു പാഠമായിട്ടില്ല എന്നാണ് ഇപ്പോൾ സിദ്ധാർത്ഥിന്റെ അമ്മ ഈ വിഷയത്തോട് പ്രതികരിച്ചപ്പോൾ പറഞ്ഞത്. അല്ല, ആ പ്രതികരണം ഞാൻ കേട്ടിട്ടില്ല. സ്വാഭാവികമായും സിദ്ധാർത്ഥിൻ്റെത് ഉൾപ്പെടെ ഘട്ടത്തിലും പറഞ്ഞല്ലോ, ആ നിലയിലുള്ള പ്രവർത്തനങ്ങൾ ക്യാമ്പസിൽ ഉണ്ടാകാൻ വേണ്ടി പാടില്ല എന്നുള്ളത്. അത് തന്നെയായിരുന്നു ഞങ്ങളുടെ ആ ഘട്ടത്തിലുമുള്ള സ്റ്റാൻഡ്. ഈ ഘട്ടത്തിലും ഈ സമാനമായ അനുഭവങ്ങൾ ഉണ്ടാകാൻ വേണ്ടി പാടില്ല. ക്യാമ്പസുകൾ റാഗിങ് പോലുള്ള പ്രവണതകളുടെ ഇടമല്ല. അതിന് ഏറ്റവും ശക്തമായിട്ടുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ, ബോധവൽക്കരണ പ്രവർത്തനങ്ങളൊക്കെ ക്യാമ്പസിനകത്ത് ഉണ്ടാവേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. വളരെ നന്ദി പി എം ആഷോ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്.